വന്നിട്ടെന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവുന്ന ഒരു സൈറ്റിനെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. റംബൂട്ടാൻ സൈറ്റ് എന്ന് പറയും. എന്ന് വെച്ചാൽ റംബൂട്ടാൻ സർവേ സൈറ്റ്. ഇപ്പോൾ ഏകദേശം എല്ലാവർക്കും മനസ്സിലായി കാണും എന്തായിരിക്കും ഏത് സൈറ്റാണ് ഞാൻ ഉദ്ദേശിച്ചെന്നുള്ളത്. നമുക്ക് സർവേ ഒക്കെ അറ്റൻഡ് ചെയ്തിട്ട് ക്യാഷ് ഏൺ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പുതിയത്, അല്ലെങ്കിൽ എനിക്കൊന്ന് കുറച്ച് നാളായെന്ന് തോന്നുന്നു ഇറങ്ങിയിട്ട് ഉള്ള ഒരു സൈറ്റാണ് റംബൂട്ടാൻ സൈറ്റ് എന്ന് പറയും. കറക്റ്റ് പ്രൊണൗൺസിയേഷൻ ഇങ്ങനെയാണോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഞാൻ പേര് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തേക്കാം, അതുപോലെ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു സൈറ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇത് ഉപയോഗിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇതിന് മുന്നേ ഉപയോഗിച്ചിട്ടുള്ളവരാണ്, കേട്ടിട്ടുള്ളവരാണെങ്കിലും ജസ്റ്റ് ഒന്ന് വീഡിയോ കണ്ടിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഞാൻ നോട്ടിഫിക്കേഷൻ ബട്ടൺ എന്നെ വിളിച്ചാൽ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പം ഞാൻ പറഞ്ഞ സൈറ്റിൻ്റെ പേര് വന്നിട്ടെന്ന് പറഞ്ഞാൽ റംബൂട്ടാൻ സൈറ്റ് എന്നാണ്. അപ്പം നിങ്ങൾ ഗൂഗിളിൽ ചെന്നിട്ട് അത് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ആദ്യം വരുന്ന സൈറ്റ് ആയിരിക്കും. ഞാൻ സ്ക്രീൻഷോട്ട് കൊടുത്തേക്കാം. ആദ്യം തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റിയ അവിടെ സൈനപ്പിൻ്റെ സൈനപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൻ്റെ തൊട്ട് താഴെ ഗെറ്റ് പെയ്ഡ് ടേക്കിൻ ഓൺലൈൻ സർവേ എനി ടൈം എനിവെയർ കണ്ടോ. ഏത് സമയത്തോ എപ്പോൾ വേണേലും എവിടെ ഇരുന്നിട്ട് വേണേലും നമുക്ക് സർവേ അറ്റൻഡ് ചെയ്തിട്ട് ക്യാഷ് ഏൺ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സൈറ്റാണ്. താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൈനപ്പ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. സൈനപ്പ് ചെയ്യുമ്പോഴത്തേക്കിനും നമുക്ക് ഫ്യൂ ക്വസ്റ്റ്യൻസ് എബൌട്ട് യുവർ സെൽഫ്. അപ്പോൾ സൈനപ്പ് ചെയ്യുമ്പോഴത്തേക്കിനും നമ്മളെ പറ്റിയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് അവർ ചോദിക്കും. അതിന് നമ്മൾ കറക്റ്റായിട്ട് ആൻസർ കൊടുക്കുക. അതിനുശേഷം നമ്മൾക്ക് മാച്ച് ആവുന്ന രീതിയിലുള്ള സർവേ അവർ ഓൺലൈനിൽ അവൈലബിൾ ആയിരിക്കും. നമുക്കത് അറ്റൻഡ് ചെയ്തിട്ട് നമുക്ക് റിവാർഡ്സ് ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഓരോ സർവേ എനിക്ക് തോന്നുന്നു ഓൺലൈനിൽ നിങ്ങൾ ഇതിന് മുന്നേ വർക്ക് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. സർവേയുടെ നേരെ തന്നെ നമുക്ക് പോയിൻറ്റ്സ് കാണാൻ പറ്റും. നമ്മൾ ഓരോ സർവേ കംപ്ലീറ്റ് ആയി കഴിയുമ്പോഴും ആ പോയിൻ്റ് നമ്മുടെ വാലറ്റിൽ ക്രെഡിറ്റ് ആവുന്നതാണ്. അപ്പം നമ്മൾ ഏൺ ചെയ്യുന്ന ക്യാഷ് നമുക്ക് എങ്ങനെയൊക്കെ വിഡ്രോവൽ ചെയ്യാൻ പറ്റും എന്നുള്ള ഓപ്ഷൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഫോൺ പേ, ആമസോൺ ഗിഫ്റ്റ് കാർഡ്, ഫ്ലിപ്കാർട്ട് ഗിഫ്റ്റ് കാർഡ്, പിന്നെ എൻ ക്യാഷ് എന്ന് പറയുന്ന ഒരു ഇതിലൂടെ നമുക്ക് ക്യാഷ് വിഡ്രോവൽ ചെയ്യാൻ പറ്റും. മിനിമം 100 എമൗണ്ട് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വിഡ്രോവൽ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പം എല്ലാ സൈറ്റിലുള്ള പോലെ തന്നെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, സർവേ അറ്റൻഡ് ചെയ്യുക. വേറെ ഓപ്ഷൻസ് ഒന്നും അവർ കൊടുത്തിട്ടില്ല. ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, സർവേ അറ്റൻഡ് ചെയ്യുക, എന്നിട്ട് ക്യാഷ് ഏൺ ചെയ്യുക മാത്രമേ ഉള്ളൂ. മിനിമം എമൗണ്ട് 100 രൂപയാണ്. അപ്പോൾ നമ്മൾ പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എമൗണ്ട് ക്രെഡിറ്റ് ആവും. പിന്നെ ബാക്കിയുള്ള എമൗണ്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി, കളക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതിൽ വർക്ക് ചെയ്യാനുള്ള സ്റ്റെപ്പ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ആദ്യമേ സൈനപ്പാണ്. സൈനപ്പ് ചെയ്യുക, അതിന് ശേഷം സർവേ അറ്റൻഡ് ചെയ്യുക, പിന്നെ റിവാർഡ്സ് ഏൺ ചെയ്യുക. അപ്പോൾ നമുക്ക് ടോട്ടലി 3 സ്റ്റെപ്പാണുള്ളത്. ആദ്യത്തേതെന്ന് പറഞ്ഞാൽ സൈനപ്പ്. നമ്മൾ ഈ മെയിൽ ഐ ഡി ഒക്കെ കൊടുത്തിട്ട് സാധാരണ ചെയ്യുന്ന പോലെ സൈനപ്പ് ചെയ്യുക. അതിന് ശേഷം അവർ യുവർ സെൽഫ് എന്ന് വെച്ചാൽ നമ്മുടെ പ്രൊഫൈൽ ബന്ധപ്പെട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതിന് ശേഷം നമുക്ക് ക്യാഷ് ഏൺ ചെയ്യാനായിട്ടുള്ള സർവേ വരുന്നതായിരിക്കും. അത് നമ്മൾ അറ്റൻഡ് ചെയ്യുക. അതിന് ശേഷം നമുക്ക് സർവേക്ക് കിട്ടുന്ന പോയിൻ്റ് റിവാർഡ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വിഡ്രോവൽ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ നമുക്ക് ടോട്ടലി 3 സിമ്പിളായിട്ടുള്ള സ്റ്റെപ്പ് മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ. അപ്പോൾ താല്പര്യമുള്ളവരെല്ലാം ട്രൈ ചെയ്ത് നോക്കുക. സർവേ ഒക്കെ പാസ്സാകാനായിട്ടുള്ള ടിപ്സൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾ സർവേ ക്വസ്റ്റ്യൻസ് ഒന്ന് ശ്രദ്ധിച്ച് വായിച്ചതിന് ശേഷം ഓപ്ഷൻസ് സെലക്ട് ചെയ്യുമ്പോഴത്തേക്കിനും ഒന്ന് ശ്രദ്ധിച്ച് ഓപ്ഷൻസ് സെലക്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ. അല്ലാതെ നമ്മൾ വലിയ ഡിഫിക്കൽറ്റി ഒന്നുമില്ല. ചില ആപ്ലിക്കേഷൻ സൈറ്റിലൊക്കെ ആണെങ്കിൽ ജസ്റ്റ് നമ്മൾ ഒപ്പീനിയൻ മാത്രം ചൂസ് ചെയ്താൽ മതി. അപ്പം തന്നെ നമുക്ക് പാസ്സാവും. ചിലതിനകത്ത് മാത്രമേ ഉള്ളൂ ഭയങ്കര സീരിയസ്നെസ് കൊടുക്കുന്നത്. എന്നിരുന്നാൽ കൂടി സർവേ അല്ലേ, നമ്മൾ കൊടുക്കുന്ന ഓപ്ഷൻസ് അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ആൻസറിന് എപ്പോഴും ഒരു കണ്ടിന്യൂവിറ്റി ഉണ്ടാകണം. എങ്കിൽ മാത്രമേ ആർക്കാണെങ്കിലും നമ്മളൊരു ജെനുവിൻ പേഴ്സൺ ആണെന്ന് അവർക്ക് തോന്നത്തുള്ളൂ. അതൊക്കെയുള്ളൂ. അപ്പോൾ മാക്സിമം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് പേയ്മെൻറ്റ് കിട്ടും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. അപ്പം ഫ്രീ ആയിട്ടുള്ളവരും അതുപോലെ തന്നെ ക്യാഷ് ഏൺ ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ ഈ ഒരു സൈറ്റിൽ വർക്ക് ചെയ്യുക. പിന്നെ അതിന് മുന്നേ ഗൂഗിളിലും ട്രസ്റ്റ്പാഡിലും നിങ്ങളുടെ രീതിയിലെ അന്വേഷണങ്ങളൊക്കെ നടത്തി ഉറപ്പ് വരുത്തിയിട്ട് മാത്രം സൈനപ്പ് ചെയ്യുക. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം ബൈ, സീ യു.